ആദ്യം ഞങ്ങൾ ഒരു ബിരിയാണി കഴിക്കാൻ വടക്കേക്കോട്ടയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇത് സെൽഫ് സർവീസ് ആണ്. 120 റുപ്പീസ് ഉള്ളൂ കേട്ടോ ബിരിയാണിക്ക്. പക്ഷേ ഒരു ആവറേജ് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാവുന്ന ഒരു ക്രേവിങ്സ് വന്നു. നേരെ മിലാനയിലേക്ക് പോയി. കോട്ടവായിട്ടിരുന്ന വർഷം അങ്ങനെ മിലാനയിലേക്ക് പോകുമ്പോൾ സാധാരണ ഉള്ള പോലെ ആയിരുന്നില്ല. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അധികം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തിരക്കുണ്ടായിരുന്നില്ല. സോ യൂഷ്വലി വെൻ വി ഗോ ദെയർ അവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഡെസേർട്ട് ഓപ്ഷൻസ് ഒന്നും നമ്മളവിടെ മുന്നേ നോട്ടീസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് കുറേ വാങ്ങണമെന്ന് തോന്നി. ഞാൻ സ്വീറ്റ് ടൂത്ത് അല്ല, എന്നാൽ പോലും എനിക്കിത് കണ്ടിട്ട് എനിക്ക് അതൊക്കെ എല്ലാം ട്രൈ ചെയ്യണമെന്ന് തോന്നി. പിന്നെ നിങ്ങൾക്ക് കാണാം കോട്ടവായിട്ടിരിക്കുന്ന വർഷ പ്രവീൺ. അങ്ങനെ നമ്മൾ ഷുഗർ കട്ടിലിരിക്കുന്ന ഞാൻ അവിടെ നിന്ന് ഒരു സ്ട്രോബെറി ടാർട്ടും ദെൻ വാങ്ങിച്ചത് ബാസി ഡി ഡാമ എന്ന് പറഞ്ഞിട്ടൊരു, ഇത് കാരണം എക്സാക്ട് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. ഇത് രണ്ടും വാങ്ങിച്ചു. രണ്ടും അടിപൊളിയായിരുന്നു. അയ്യോ എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് എൻ്റെ ഒരു ഇതിൽ ഇത് കറക്റ്റ് മധുരമാണ്. ഇത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഭയങ്കര ഡെസേർട്ട് കഴിച്ചൊരു കിക്ക് അങ്ങനെ വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ സ്ട്രോബെറി സ്ലോഫൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും മിലാനോയിൽ ഇങ്ങനത്തെ ഡെസേർട്ട്, കേക്ക് ആ സെക്ഷനിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാൻ ഉടനെ തന്നെ പോകുന്നതായിരിക്കും. സോ അതൊക്കെ കഴിച്ച് നമ്മൾ ദെൻ വർഷയ്ക്ക് ഒരു ജെലാറ്റോ പറഞ്ഞു. ഫ്ലേവർ ഒന്ന് റം ആൻഡ് റേസണും പിന്നെ ഒന്ന് 2 ചോക്ലേറ്റിൻ്റെ ഫ്ലേവേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ളതും കൂടി പറഞ്ഞ് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് കഴിച്ച് പോന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. 2 ഐസ്ക്രീം വർഷയ്ക്കായിരുന്നല്ലോ കേട്ടോ. ഒരു ഐസ്ക്രീം അമ്മയ്ക്കായിരുന്നു. അവർ കാറിൽ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.